സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഒരു സാധാരണ വ്യാപാര കരാറിനെ കുറിച്ചല്ല. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ, കർഷകർ, തൊഴിലാളികൾ, ചെറുകിട വ്യവസായങ്ങൾ എല്ലാം ബാധിക്കപ്പെടുന്ന ഒരു വലിയ വിഷയത്തെക്കുറിച്ചാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുതിയ വ്യാപാര നയങ്ങളുമായി മുന്നോട്ട് വരികയാണ്. അതിനൊപ്പം ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒരു ഇടക്കാല വ്യാപാര കരാർ ഉണ്ടാകുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. കേന്ദ്രമന്ത്രി കരാർ സ്ഥിരീകരിച്ചു. പക്ഷേ കരാറിൻ്റെ മുഴുവൻ വിശദാംശങ്ങൾ ഇതുവരെ ജനങ്ങളോട് തുറന്നു പറഞ്ഞിട്ടില്ല. ഇതുതന്നെയാണ് ആദ്യത്തെ വലിയ ചോദ്യം. ഇപ്പോൾ വാഷിങ്ടണിൽ നിന്ന് വന്ന വൈറ്റ് ഹൗസ് രേഖ പറയുന്നത് എന്താണ്? ഇന്ത്യ അമേരിക്കയിൽ നിന്നുള്ള പല ഉൽപ്പന്നങ്ങൾക്കും നികുതി ഇറക്കുമതിക്ക് കുറയ്ക്കും അല്ലെങ്കിൽ ഒഴിവാക്കും. കാർഷിക ഉൽപ്പന്നങ്ങൾ, ഭക്ഷ്യ എണ്ണ, പഴങ്ങൾ, വൈൻ, സ്പിരിറ്റ്സ്, വ്യാവസായിക ഉൽപ്പന്നങ്ങൾ എല്ലാം ഇന്ത്യൻ വിപണിയിൽ കൂടുതൽ എളുപ്പമെത്തും. അതോടൊപ്പം ഇന്ത്യ അമേരിക്കയിൽ നിന്ന് $500 ബില്യൺ മൂല്യമുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ സമ്മതിച്ചുവെന്നതാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇത് ചെറിയ തുകയല്ല. ഇത് രാജ്യത്തിൻ്റെ ഭാവിയെ ബാധിക്കുന്ന ഒരു ഭീമമായ തീരുമാനമാണ്. ഇനി ചോദിക്കാം, ഇതിൽ ആർക്കാണ് നേട്ടം? ആദ്യമായി നേട്ടം അമേരിക്കൻ കോർപ്പറേറ്റുകൾക്കാണ്. അവർക്ക് ഇന്ത്യൻ വിപണിയിൽ കുറഞ്ഞ നികുതിയിൽ ഉൽപ്പന്നങ്ങൾ വിൽക്കാം. രണ്ടാമതായി നേട്ടം ബംഗ്ലാദേശിന്. എന്തുകൊണ്ട്? വസ്ത്രമേഖലയിൽ ഇന്ത്യയുടെ പ്രധാന എതിരാളിയാണ് ബംഗ്ലാദേശ്. അമേരിക്ക ബംഗ്ലാദേശി വസ്ത്രങ്ങൾക്ക് കുറഞ്ഞ അല്ലെങ്കിൽ നികുതിയില്ലാത്ത പ്രവേശനം നൽകുമ്പോൾ ഇന്ത്യൻ വസ്ത്രങ്ങൾക്ക് 18% വരെ നികുതി. ഫലം എന്താവും? ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ വില കൂടും, മത്സരക്ഷമത കുറയും, ഓർഡറുകൾ ബംഗ്ലാദേശിലേക്ക് മാറും. ടെക്സ്റ്റൈൽ മേഖലയിൽ ദശലക്ഷക്കണക്കിന് തൊഴിലാളികൾ ജീവിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ഈ കരാർ അവരുടെ ജീവിതത്തിൽ നേരിട്ടുള്ള പ്രഹരമാണ്. കർഷകരുടെ കാര്യം നോക്കൂ. സോയാബീൻ, മണിച്ചോളം, വാൾനട്ട്, ആപ്പിൾ അമേരിക്കയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് ഇവ എത്തിച്ചാൽ ഇന്ത്യൻ കർഷകൻ്റെ ഉൽപ്പന്നത്തിന് വില കിട്ടുമോ? ഇന്ത്യയിൽ 4 മില്യൺ സോയാബീൻ കർഷകർ, ലക്ഷക്കണക്കിന് മണിച്ചോളം കർഷകർ. അവർ ചോദിക്കുന്നു, നമ്മുടെ ഭാവി എന്താകും? അതുകൊണ്ടാണ് കർഷകർ പോലും പണിമുടക്കിൽ പങ്കെടുക്കുന്നത്. ട്രംപ് പറയുന്ന നയം വളരെ ലളിതമാണ്. നീ എനിക്ക് എത്ര നികുതി ഇടുന്നുവോ അതേ നികുതി ഞാൻ നിനക്ക് ഇടും. ഇത് കേൾക്കാൻ ലളിതമാണ്, പക്ഷേ ശക്തരായ രാജ്യങ്ങൾക്ക് ദുർബലമായ രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കാനുള്ള ഒരായുധമാണ്. ഇന്ത്യയെ ടാക്സ് കിങ് എന്ന് വിളിച്ച് നമ്മുടെ നയങ്ങൾ മാറ്റാൻ അമേരിക്ക സമ്മർദ്ദം ചെലുത്തുകയാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഈ കരാറിനെക്കുറിച്ച് സാധാരണ ജനങ്ങളോട് എന്തുകൊണ്ട് സർക്കാർ തുറന്ന് സംസാരിക്കുന്നില്ല? കാർഷിക മേഖലയെ എങ്ങനെ സംരക്ഷിക്കും? $500 ബില്യൺ എന്ത് ഉൽപ്പന്നങ്ങളാണ് വാങ്ങാൻ പോകുന്നത്? ഇപ്പോൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന കാര്യത്തിൽ എന്താണ് യഥാർത്ഥ നിലപാട്? ഈ കരാർ തൊഴിലാളികളെയും ചെറുകിട വ്യവസായങ്ങളെയും എങ്ങനെ ബാധിക്കും? ഇതിന് സർക്കാർ മറുപടി പറയണം. വ്യാപാര കരാറുകൾ ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്നതാണ്. അത് രഹസ്യമായി നടത്താൻ പാടില്ല. അത് കോർപ്പറേറ്റുകൾക്ക് മാത്രം അനുകൂലമാകരുത്. ഇന്ത്യയുടെ താല്പര്യം കർഷകനിലും തൊഴിലാളിയിലും സാധാരണ ജനങ്ങളിലും ആണെന്ന് ഉറപ്പാക്കണം. അല്ലെങ്കിൽ ഈ മെഗാ ഡീൽ ജനങ്ങൾക്ക് മെഗാ നഷ്ടമായി മാറും. അതുകൊണ്ടാണ് ചോദ്യം ചെയ്യേണ്ടത്, ചർച്ച ചെയ്യേണ്ടത്, എതിർക്കേണ്ടത്, എതിർക്കപ്പെടേണ്ടത്.